മർത്തോമ നസ്രാണി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി, നമസ്കാരം സർ. എന്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം? എന്തുകൊണ്ട് ഇവിടുത്തെ അച്ഛന്മാരിത് അംഗീകരിക്കുന്നില്ല, നടപ്പിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത്. മുന്നേറ്റമൊക്കെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് സിനഡ് പോപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നും വ്യാപകമായിട്ട് ഒരു നരേറ്റീവായിട്ട് ഒരു പൊതുബോധം വിശ്വാസികളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമേ അവരുടെ അജണ്ടയുള്ളൂ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതല്ല കുർബാന വിഷയം എന്ന് പറയുന്നത്. ഏകീകൃതമായ ഒരു ആരാധനാക്രമം തന്നെ വേണം എന്ന് തീരുമാനിക്കാൻ യഥാർത്ഥത്തിൽ അത് വിശ്വാസികളോടുള്ള ചോദ്യം ചെയ്യലെന്നാണ് എൻ്റെ ചോദ്യം. ബലി അർപ്പിക്കേണ്ട വൈദികം പറയുകയാണ്, ഞാൻ ദൈവത്തിലേക്ക് തിരിയില്ല, ഞാൻ ജനത്തിൻ്റെ നേരെ മാത്രമേ തിരിഞ്ഞു നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ദൈവവുമായിട്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവവുമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധമുള്ളത്? ഇപ്പോൾ ഏറ്റവും അവസാനം വന്നപ്പോൾ എന്തായി? മാർപ്പാപ്പ പോലും നുണ പറയുന്നു. മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ ഇവരൊക്കെ നഴ്സറി പിള്ളേരാണോ? എന്നെ പരിഗണിച്ചില്ല, എനിക്ക് മുറിവേറ്റു. ഇവരൊക്കെ ഈ വെള്ളവസ്ത്രം ധരിച്ച ഈ നമ്മൾ വിശുദ്ധരെന്ന് പൊതുജനം കാണുന്ന വൈദികരല്ലേ? എന്തിനാണ് ഇത്ര വാശി എന്നതിന്റെ ചോദ്യം. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വെറുതെ വാശി കൊണ്ട കാര്യമില്ല. സഭയിൽ നിന്ന് വരെ മഹറോൻ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ലംഘനമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. എന്താണ് ഈ പ്രശ്നത്തിന്റെ ഒരു ശാശ്വത പരിഹാരമായി മുന്നോട്ട് വെക്കുന്നത്? ഈ 15 മിനിറ്റ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആകാശം ഇടിഞ്ഞൊന്നും താഴെ പോരുന്നില്ലല്ലോ. അതിന് മാത്രം വലിയ കാര്യമാണോ ഇവിടെ 15 മിനിറ്റ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് നഷ്ടം വരാനുണ്ടോ? മർത്തോമ നസ്രാണി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജോമോൻ ആരക്കുഴയാണ്. നമസ്കാരം. നമസ്കാരം സർ. നമ്മൾ ഏതാണ്ട് ഒരു 1.5 വർഷത്തിലേറെയായി നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കുർബാന തർക്കവുമായി വിവിധ പള്ളികളിൽ ഉണ്ടായ സംഘർഷവും മറ്റും. വിശ്വാസി സമൂഹം തന്നെ രണ്ടായി ചേരിതിരിഞ്ഞ് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പം സഭ കടന്നു പോകുന്നത്. ഇപ്പോൾ സിറോ മലബാർ സഭയിൽ ജനാഭിമാന കുർബാന വേണോ അല്ല വിവിധ തരത്തിലുള്ള കുർബാന ഫോളോ ചെയ്യണോ എന്നതിനെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ആരും നിർദ്ദേശിക്കുന്നുമില്ല. എന്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം? ഇതിൻ്റെ കാരണത്തിലേക്ക് എത്തുന്നതിന് ഉപരി എന്നോട് അവസാനം പറഞ്ഞൊരു കാര്യം, ഇതിന് ശാശ്വതമായൊരു പരിഹാരം ആരും കാണുന്നില്ല എന്നൊരു പറഞ്ഞല്ലോ. ശാശ്വതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരാണോ ഈ കുർബാന, ഇതൊരു സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാന, ആരാണോ അത് നടപ്പിലാക്കേണ്ടത് അവർക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ട്. അത് ശാശ്വതമായ പരിഹാരമാണ് എന്ന് അംഗീകരിക്കാതെ അത് പൊതുസമൂഹത്തിലേക്ക്, വിശ്വാസികളുടെ ഇടയിലേക്ക് ആ ഒരു പ്രശ്നം എടുത്തിട്ടിട്ട് ഇതിനെ വളരെ ഒരു പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ അത്രയ്ക്ക് മോശമായ രീതിയിൽ ഈ വിഷയം എത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടകരമായൊരവസ്ഥ. ശരിക്കും ഇതിൻ്റെ അൾട്ടിമേറ്റ്, ഇതിൻ്റെ തീരുമാനം എല്ലാം നമുക്ക് സീറോ മലബാർ സഭ ഒരു സൂയി ജൂറി ചർച്ചാണ്. സ്വയം ഭരണാധികാര എല്ലാ തരത്തിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കാനുള്ള പരിപൂർണമായ അധികാരവും അവകാശവും എല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ സിനഡിലാണ്. അപ്പോൾ സിനഡ് അവർ കൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും 35ഓളം രൂപതകളുണ്ട്. 35 രൂപതകൾ, 34 രൂപതകളിലും ഈ ആരാധനാക്രമം നടപ്പായി കഴിഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കാത്തതുള്ളൂ. എന്തുകൊണ്ട് ഇവിടുത്തെ അച്ഛന്മാരിത് അംഗീകരിക്കുന്നില്ല, നടപ്പിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിപ്പം അതായത് അൽമായ മുന്നേറ്റമൊക്കെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് സിനഡ് പോപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നും ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ കൃത്യമായി അവിടെ അറിയിക്കുന്നതിന് പകരം ഇവിടുത്തെ വിഷയങ്ങൾ മറ്റു പലതാണെന്ന് ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപിക്കുന്നത്. എത്രത്തോളം സത്യം ഉണ്ടായില്ല? അൽമായ മുന്നേറ്റക്കാരുടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അൽമായ മുന്നേറ്റത്തിൻ്റെ ഒരു വക്താവായിട്ട് പൊതുമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് ഷൈജു ആൻ്റണിയാണ്. ഷൈജു ആൻ്റണിക്ക് പുറമെ മറ്റാരും ഒരു ആധികാരികമായിട്ട് സംസാരിക്കാൻ അങ്ങനെ വന്നിട്ടില്ല. വൈദികരൊന്നും ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്തെങ്കിലും അവിടെ ഇവിടെയും തൊടാതെ
ഞങ്ങൾ ഈ കുർബാന ചൊല്ലൂ എന്ന് പറയുന്നതല്ലാതെ പൊതു സമൂഹത്തിലെ കാര്യങ്ങൾ അറിയുന്നത് ഷൈജു ആന്റണി എന്ന് പറയുന്ന അൽമായ മുന്നേറ്റത്തിൻ്റെ ഒരു വക്താവിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളെയും എടുത്ത് നമ്മൾ വസ്തുതാപരമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യങ്ങളിൽ പോലും അത് വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് ആധികാരികമായിട്ടുള്ള രേഖകളുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊന്നും ഇവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാപകമായിട്ട് ഒരു നരേറ്റീവായിട്ടൊരു പൊതുബോധം വിശ്വാസികളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമേ അവരുടെ അജണ്ടയുള്ളൂ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതല്ല കുർബാന വിഷയം എന്ന് പറയുന്നത്. കുർബാന എന്ന് പറയുന്നത് വിശ്വാസികൾക്ക്, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ വിവിധ മതങ്ങളുണ്ട്. ഓരോ മതങ്ങൾക്കും അവരുടെ ആചാര രീതികളുണ്ട്, ആരാധനാക്രമമുണ്ട്. വിശ്വാസികളുടെ അവകാശമാണ് ഇപ്പോൾ അമ്പലത്തിൽ പോയാൽ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിനാണല്ലോ നമ്മൾ രാവിലെ അമ്പലത്തിൽ കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ മാറി ചെരുപ്പ് പോലും ഇല്ലാതെ അകത്ത് കയറി ആരാധനയിൽ തൊടുന്നതുമൊക്കെ അത് അവരുടെ ഒരു ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ ക്രിസ്ത്യൻസിനെ എടുത്താലും മുസ്ലിംസിനെ എടുത്താലും എല്ലാ മതങ്ങളിലും ഇത് വിഭിന്നമല്ല. അപ്പോൾ അവർക്കൊരു അവകാശം അവരിലുണ്ട്. ഇത് ആ ഒരു കാർമ്മികനാണ് ഇത് പ്രാവർത്തികമാക്കി കൊടുക്കാൻ കടപ്പെട്ടവർ. അപ്പോൾ ഏത് കാർമ്മികനാണെങ്കിലും കാർമ്മികർക്കൊരിക്കലും അവനവൻ്റെ യുക്തിക്കനുസരിച്ചോ അവനവൻ ശീലിച്ചത് അനുസരിച്ചോ ഒരു കാര്യങ്ങളും വിശ്വാസികൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എറണാകുളത്ത് സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയാണ്. ഒരു വിശ്വാസി വന്നാൽ അച്ഛന് ഇഷ്ടമുള്ളതാണ് ആരാധനാപരമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അവരുടെ തോന്നിവാസമാണ്. അപ്പം ഇങ്ങനെ എറണാകുളത്ത് തന്നെ ഒരു 10 ഗ്രൂപ്പ്, ഈ വിമത വൈദികരുടെ ഒരു 10 ഗ്രൂപ്പുകൾ, ഇവർ സ്പ്ലിറ്റായി ഒരു 10 ഗ്രൂപ്പായി എന്ന് വിചാരിക്കുക. ഈ 10 ആൾക്കാരും പറയുകയാണ് ഞങ്ങൾക്ക് ഈ കുർബാന മതി എന്ന് പറഞ്ഞ് അവരവിടെ തീരുമാനിച്ചാൽ എറണാകുളം ഒരു രൂപതയുടെ മാത്രം അവസ്ഥ എന്തായി? 35 രൂപതകളിലെ 34 രൂപതകളും അവർ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. ഒരു രൂപത മാത്രം ഭിന്നിച്ച് ഞങ്ങൾ ഇതൊരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഈ കോടിക്കണക്കിന് വിശ്വാസികളുടെ ഒരു സഭയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ വിഭാഗമാണ്. ഇതിൽ തന്നെ വിവിധങ്ങളായ രീതിയിലുള്ള ആരാധനാക്രമങ്ങളുണ്ട്, വിവിധങ്ങളായ വിശ്വാസ രീതികളുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഏകീകരിച്ച ഒരു രൂപം മാത്രമാണ് ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത്. പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് കൊടി ഉയർത്തൽ, അതുപോലെ തന്നെ ചെണ്ടകൊട്ട്, ആന എഴുന്നള്ളത്തുള്ള പള്ളികളുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ആരാധനാക്രമം എന്നല്ല. വിദേശ രാജ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ കൊടി ഉയർത്തലും ഇതൊക്കെ പല കാലഘട്ടത്തിലും പല സ്ഥലത്തും ഉണ്ടായിരുന്ന ആരാധനാക്രമങ്ങൾ, തദ്ദേശീയമായ ആരാധനാക്രമങ്ങളൊക്കെ വന്നു ചേർന്നതാണ്. അതുകൊണ്ട് ഏകീകൃതമായ ഒരു ആരാധനാക്രമം തന്നെ വേണം എന്ന് തീരുമാനിക്കാൻ യഥാർത്ഥത്തിൽ അത് വിശ്വാസികളോടുള്ള ചോദ്യം ചെയ്യലെന്നാണ് എൻ്റെ ചോദ്യം. അതിന് ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, സീറോ മലബാർ സഭയുടെ പാരമ്പര്യം, ആരാധനാക്രമ പാരമ്പര്യം എന്ന് പറയുന്നത് 2000 വർഷത്തിനടുത്ത് പാരമ്പര്യമുണ്ട്. കാരണം ഈ സീറോ മലബാർ സഭ ഇവിടെ ഭാരതത്തിൽ കൊണ്ടുവന്നത് മാർത്തോമാ ശ്ലീഹായാണ്. ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമാ ശ്ലീഹായാണ് ഭാരതത്തിൽ വിശ്വാസം കൊണ്ടുവന്നത് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് മാർത്തോമാ ശ്ലീഹായുടെ ശിഷ്യന്മാർ മാർ അദ്ദായി, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കുർബാനാക്രമത്തിൽ ഒരു കുർബാനാക്രമം മാറി അദ്ദായിയുടെ കുർബാനാക്രമമാണ്. അപ്പോൾ ഈ കുർബാനാക്രമത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 2000 വർഷത്തിനടുത്ത് പാരമ്പര്യമുണ്ട്. അന്നത്തെ ആ പാരമ്പര്യം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് അൾത്താരയിലേക്ക് മാത്രം തിരിഞ്ഞു നിന്നുള്ള ഒരു ആരാധനാ ക്രമ രീതി ആയിരുന്നു. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമ്പലങ്ങളിൽ ചെന്നാൽ അവിടെ പൂജാരി എപ്പോഴും ആരാധന നടത്തുന്നത് ആ ദേവിയോടോ അല്ലെ ദേവൻ്റെയോ അഭിമുഖമായിട്ട് നിന്നാണ്. ഏത് സമയത്താണ് ഈ വിശ്വാസികളുടെ അടുക്കലേക്ക് തിരിയുന്നത്? ഒന്നുമില്ലെങ്കിൽ നൈവേദ്യം എന്തെങ്കിലും കൊടുക്കാനോ അതിനുവേണ്ടി മാത്രമാണ് തിരിയുന്നത്. അല്ലാതെ ബാക്കി മുഴുവൻ സമയവും അൾത്താരയിലേക്കാണ്. അതായത് എവിടെയാണോ നമ്മൾ ദൈവം ഉണ്ട് എന്നൊരു സങ്കല്പത്തിൽ ആരാധിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഈ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് 2000 വർഷത്തോളമായിട്ട് സീറോ മലബാർ സഭയുടെ ആരാധന ക്രമരീതി പിന്തുടരുന്നത്. ഇതിന് ഒരു പാളിച്ച സംഭവിച്ചത് 10-60 വർഷമേ ആയിട്ടുള്ളൂ. ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. ഉദയം പേരൂർ സൂനഹുദോസ് നടക്കുന്ന സമയത്ത് ആ സൂനഹുദോസിലുണ്ടായിട്ടുള്ള അന്നത്തെ ആ ഒരു സിനഡ് പിതാക്കന്മാരുടെ ചില അപാകതകൾ, അവരുടെ അനാവശ്യമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ചില കടന്നുകയറ്റങ്ങളാണ് പിൽക്കാലത്ത് എറണാകുളത്തെ കുറേ വൈദികർ
അത് പിന്തുടർന്നു. എറണാകുളത്തെ വൈദികർ മാത്രമല്ല, സീറോ മലബാർ സഭയിൽ ആകെ ഇത് പിന്തുടർന്നു. പക്ഷെ പിന്നീട് സഭ അത് മനസ്സിലാക്കി യഥാർത്ഥത്തിലുള്ള ആരാധനാക്രമത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു ശൈലിയാണ് സീറോ മലബാർ സഭ പിന്തുടരുന്നത്. അതുകൊണ്ട് അതിൽ ആ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി നമ്മൾ ദൈവോന്മുഖരായിട്ട് അൾത്താരയിലേക്ക് തിരിഞ്ഞു തന്നെ നമ്മൾ ആ പഴയ ആരാധനാക്രമ രീതിയിലേക്ക് തിരികെ പോകേണ്ടത് അനിവാര്യമാണ്. വിശ്വാസികളെയും അത്തരത്തിൽ നമ്മൾ ചേർത്ത് കൊണ്ടുവരണം എന്നുള്ള നിരന്തരമായ ചർച്ചകളിൽ സിനഡ് പിതാക്കന്മാർ കൂടുകയും അത് പൗരസ്ത്യ തിരുസംഘം, അതായത് റോമിൻ്റെ മാർപ്പാപ്പയുടെ ഓഫീസാണ് പൗരസ്ത്യ തിരുസംഘം, 24 സഭകളെയും ഏകോപിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു തീരുമാനം നടത്തണമെങ്കിൽ പോലും സിനഡ് കൂടി അത് തീരുമാനിച്ച് അതൊരു രേഖയാക്കി അത് ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ അപ്രൂവലിനായിട്ട് കൊടുത്ത് അതിനും ശേഷവും മാർപ്പാപ്പ അത് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കിവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ വന്ന ആ ഒരു ചെറിയ വ്യത്യാസത്തിൽ വന്നതാണ് ഈ 50-50 ഫോർമുല എന്ന് പറയുന്നത്. അതായത് നമ്മൾ അനാഫറ എന്ന് പറയുന്ന സമയത്താണ് കാർമികൻ ഓസ്തിയും വീഞ്ഞും ഒക്കെ എടുത്ത് വാഴ്ത്തുന്നതും ആ ഒരു ഭാഗമാകുമ്പോഴേക്കും അൾത്താരയിലേക്ക് തിരിയുക. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ കുർബാന അർപ്പിക്കുന്ന വൈദികൻ അത് വിശ്വാസികൾക്ക് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് അൾത്താരയിലേക്ക് തിരിയുന്നത്? അത് അൾത്താരയിലേക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സംഭവം മാത്രമാണത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുർബാനയിൽ മിറക്കിൾ നടക്കുന്നു എന്ന് വിശ്വാസികൾ എല്ലാവരും വിചാരിക്കുന്നത്. അത് ജനത്തെ കാണിച്ച് ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഇന്ന് എറണാകുളത്തെ ആളുകളുടെ ഒരു കഥയെടുത്താൽ അവരെല്ലാം പള്ളിയിൽ പോകുന്നത് ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാഴ്ചക്കാരായിട്ടാണ്. കാരണം അച്ഛന് വിശ്വാസികളെ കാണണം, കാരണം അവർ അങ്ങോട്ട് തിരിച്ച് മാത്രമേ നിൽക്കുള്ളൂ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞൊരു വലിയ ബ്ലണ്ടറാണ് ഇത് പറയുന്നത് പുരോഹിതർ. അതാണ് ഏറ്റവും നമുക്ക് ഒരു കോമഡി ആയിട്ട് തോന്നുന്നത്. ബലി അർപ്പിക്കേണ്ട വൈദികം പറയുകയാണ് ഞാൻ ദൈവത്തിലേക്ക് തിരിയില്ല, ഞാൻ ജനത്തിൻ്റെ നേരെ മാത്രമേ തിരിഞ്ഞു നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ദൈവവുമായിട്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവവുമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധമുള്ളത്? അദ്ദേഹം ആരുടെ ബലി അർപ്പിക്കുന്നു? ബലി അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹം കൊണ്ടുവന്നതല്ല. ആ അർപ്പിക്കപ്പെടുന്ന ബലി എന്ന് പറയുന്നത് ഈശോ സ്ഥാപിച്ച ഒരു ബലിയുടെ ഒരു തനി ആവർത്തനം, പുനരാവിഷ്കരണമാണ് നടക്കുന്നത്. അപ്പോൾ അതേ ബലിയുടെ ഒരു സഹ കാർമ്മികൻ മാത്രമാണ് അർപ്പിക്കുന്ന വൈദികൻ. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നേ ഞാനത് ചെയ്യൂ എന്നൊരിക്കലും ഈ വൈദികർക്കത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാനൊന്നുകൂടി തിരിച്ചു വരാം. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ എറണാകുളത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ആണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം 60 വർഷമായിട്ട് ഞങ്ങൾ ശീലിച്ചത് ഇതാണ്. അതുകൊണ്ട് ഈ കാര്യം മാർപ്പാപ്പയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതിനനുകൂലമാണ് അല്ലെങ്കിൽ പ്രതികൂലമായ രീതിയിലാണ് മാർപ്പാപ്പയുടെ അടുക്കൽ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചത് എന്നൊരു നരേറ്റീവ് ഇവിടെ വ്യാപകമായിട്ട് വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് അൽമായ മുന്നേറ്റംകാരും ഇവിടുത്തെ ഈ എറണാകുളത്തെ വൈദികരും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. മാർപ്പാപ്പ എന്ന് പറഞ്ഞ് 24 സഭകളുടെയും ഒരു തലവനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെ കേട്ടു എന്ന് വിചാരിച്ചിട്ട് ആരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരാളല്ല മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു ഇൻഫാലിബിലിറ്റി, അപ്രമാദിത്വ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അതാരും കൊടുക്കുന്നതല്ല, അത് പത്രോസിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് മാത്രം കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണത്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ റൈറ്റില്ല. അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ സിസ്റ്റം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരുടെ യുക്തി അതാണല്ലോ, എന്നാൽ അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ, അങ്ങനെ വിചാരിച്ച് മാർപ്പാപ്പ ഒരിക്കലും ഒരു ഡിസിഷനിലേക്ക് പോകത്തില്ല. മാർപ്പാപ്പ തന്നെയാണ് എറണാകുളത്തെ വിഷയങ്ങൾ ഇപ്പോൾ 2 വർഷത്തിനുള്ളിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ വന്നപ്പോൾ 2 കമ്മീഷൻ വെച്ചത് മാർപ്പാപ്പ തന്നെയാണ്. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന വസ്തുത തന്നെ അബദ്ധപ്രചാരണമാണ്. അങ്ങനെ എപ്പോൾ പറഞ്ഞാലും അത് അബദ്ധപ്രചാരണമാണ്. കാരണം ഈ കമ്മീഷനകത്തൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ് അൽമായ മുന്നേറ്റംകാർ. ഒരു കമ്മീഷനിൽ മാത്രമേ അവർ പങ്കെടുക്കാത്തതുള്ളൂ. 2 കമ്മീഷൻ, ഈ 2 കമ്മീഷനിലും ഞാൻ പങ്കെടുത്ത ആളാണ്. ഒന്ന് ലാറ്റിൻ ഡയോസിസിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബിഷപ്പായ സൂസൈപ്പാക്യം പിതാവ് ഇവിടെ വന്ന പിതാവിൻ്റെ നേതൃത്വത്തിൽ വന്ന കമ്മീഷൻ. അതിനു മുമ്പേ തന്നെ നമ്മുടെ എറണാകുളത്തെ ബസിലിക്ക ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ 16 കുർബാനകൾ ഒരു രാത്രി മുഴുവൻ, എനിക്ക് തോന്നുന്നു സകല ഒരു 50-60 ചാനലുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ
ഒരു 16 മണിക്കൂർ കണ്ടിന്യൂസ് അവിടെ നിന്ന് മാറാതെ ലോകം ടെലികാസ്റ്റ് ചെയ്ത കാര്യം ലൈവായിട്ട് ഇപ്പോഴും കിടക്കുന്നു. ഇതൊക്കെ ലൈവായിട്ട് കിടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വേറൊരാൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുക? അല്ല, അതിൽ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് സിനഡിൽ ഏകപക്ഷീയമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്നാണ് മാർപ്പാപ്പയെ ധരിച്ചത്. രേഖാമൂലം അറിയിക്കുന്നതാണല്ലോ, അല്ല മാർപ്പാപ്പയെ അറിയിച്ചതെന്ന് പറഞ്ഞാൽ ഫോണിൽ വിളിച്ചറിയിക്കുന്നില്ല, രേഖാമൂലം അറിയിച്ചത്. ഇത് തെറ്റായിരുന്നു എന്നുള്ളതാണ് അവർ വന്ന വാദം. എന്ന് പറഞ്ഞാൽ അതിൽ ചില വൈദികർ അതിന് വലിയ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നും പക്ഷേ ഇത് ഏകകണ്ഠേന എടുത്ത ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞാണ് റോമിനെ അറിയിച്ചത് എന്നുള്ളതാണ് ഒരു ആരോപണം. രണ്ടാമത്തെ ഒരു ആരോപണം നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തുടരുന്ന ഒരു ആരാധനാക്രമം പെട്ടെന്ന് മാറ്റുന്നതിന് ഈ വിശ്വാസികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള എതിരഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പോകരുതല്ലോ. അവിടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും കാലാകാലങ്ങളായിട്ട് വിശ്വാസികൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കുർബാനയിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ ആർക്കാണ് ആദ്യമേ ഈ പ്രശ്നം ഇത് സമ്മതിക്കാത്തതാരാ? വിശ്വാസികളല്ല. ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ ഒരു വിശ്വാസികളും ഒരു പള്ളികളിലും പോയിട്ട് ഞങ്ങൾക്ക് ഈ കുർബാന വേണ്ട, ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് ഒരു വിശ്വാസിയും പറഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും വലിയ തർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച വരെ തർക്കം ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് വന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാണോ കുർബാന അർപ്പിക്കുന്നത് ആ വൈദികൻ മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അവർക്കൊരിക്കലും പോപ്പിനടുത്തോ അല്ലെങ്കിൽ എന്തിന് ഇവിടെ നമുക്ക് കർദിനാളിന്റെ അടുത്ത് പോലും വിശ്വാസികൾക്ക് പോയി ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ആരാണോ അവർക്ക് നേരിട്ട് പ്രാപ്യമാവുന്നത് അത് അതിലെ കുർബാന അർപ്പിക്കുന്ന വൈദികനായിരിക്കും, ഇല്ലേ? ഈ വൈദികനോട് മാത്രമേ ഇവർക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അത് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ സിനഡിൽ ഏകകണ്ഠമായാണ് തീരുമാനം എടുത്തത് എന്ന് പറയുന്നു, ആരും വിയോജിച്ചില്ല എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് തന്നെ ഈ സിനഡിൽ തന്നെ അന്ന് പങ്കെടുത്ത പല വൈദികരും അല്ലെ ബിഷപ്പുമാരൊക്കെ ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും അതിൽ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ നല്ല സത്യമുണ്ടെന്ന് എൻ്റെ ചോദ്യം. അതിൽ സത്യമില്ല. കാരണം സിനഡാണ് എപ്പോഴും ഇതിനകത്ത് ഫൈനൽ അന്തിമമായ തീരുമാനം. ഇപ്പൊ സിനഡിൽ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾക്കകത്ത് അർപ്പകരാകുന്ന വൈദികർക്ക് അവരോട് ചോദിച്ചിട്ടല്ല സിനഡ് തീരുമാനിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ ആകുകയും ചെയ്യരുത്. കാരണം അങ്ങനെ ഒരു ട്രഡീഷൻ നമ്മൾ കൊണ്ടുവന്നാൽ ഇത് ആജീവനാന്ത കാലം ഇവിടെ ഏത് കാര്യം സിനഡ് തീരുമാനിക്കണമെങ്കിലും ഇവിടെ നാളെ വരുന്ന ഏതെങ്കിലും അച്ഛനോടോ കൊച്ചച്ഛനോടോ ചോദിച്ചിട്ട് തീരുമാനമെടുത്താൽ അവരുടെ യുക്തിക്കോ അവരുടെ ബുദ്ധിക്കോ നിരക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇവിടെ മാറ്റാൻ ഒരിക്കലും അത് സാധിക്കത്തില്ല. അല്ല, അങ്ങനെ ഓരോ ആളും യുക്തിക്ക് അനുസരിച്ച് പറയില്ല. കാരണം ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഫോർമാറ്റ് അനുസരിച്ചല്ലേ പോകുന്നത്. അല്ലാതെ ഓരോ ആളിപ്പം MCBS സഭയായാലും മറ്റു സഭയോ അങ്ങനെ കുറെ സഭകൾ ഇവരൊക്കെ ഒരു ദിവസം വൈദികരാവുന്നതല്ലോ. അതെ, നിരന്തരം കൃത്യമായി പഠിച്ച് വൈദികരുടെ ഇടയിൽ തന്നെ ജീവിച്ച് കൊച്ചച്ഛനായി ഒക്കെയാണല്ലോ ഒരു പള്ളിയുടെ ചുമതലയൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു പാരമ്പര്യം കൂടിയല്ലേ. അവിടെ എങ്ങനെയാണ് ഓരോ ആള് ഓരോ പിന്നെ വൈദികനും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറയുന്നത്? അങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷെ എറണാകുളത്തെ വൈദികരുടെ വാദം അതാണ്. അവർ പറയുന്നത് എപ്പോഴും ഞങ്ങൾ ഇതാണ് ശീലിച്ചത്, ഞങ്ങൾ ഇതിൽ നിന്ന് മാറില്ല, ഞങ്ങൾക്ക് ഇതാണ്. അല്ല, വിശ്വാസത്തിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. വിശ്വാസത്തിന് ചില ശീലങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ വിശ്വാസി എങ്ങനെയാവുന്നത്? നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടാണോ ക്രിസ്ത്യാനിയോ ഹിന്ദു ഒക്കെ ആയതല്ലോ. അല്ല, ഒരിക്കലും ജന്മം കൊണ്ടാണ് പലരും ക്രിസ്ത്യാനി ആയതും ഒക്കെ, അല്ലെ? അപ്പനും ഒക്കെ വിശ്വാസത്തിലൊക്കെ ഉണ്ട്. അല്ലാത്തയായവരുണ്ട്. ഇപ്പം സ്വയം ഇഷ്ടപ്പെട്ട് വേറൊരു മതം സ്വീകരിച്ചവരുണ്ട്, നമുക്കറിയാം. പക്ഷെ ഇതിൽ ശീലം എന്ന് പറയുന്ന സംഭവം വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ബുദ്ധി ഉറക്കുന്ന പ്രായത്തിന് മുന്നേ തന്നെ ഇത് കണ്ട് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോളോ ചെയ്യാൻ തന്നെ ഇഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. അത് വിശ്വസിക്കാനുള്ള ഒരു അവകാശം കൂടി ഉണ്ടല്ലോ വിശ്വാസികൾക്ക്. അതുകൊണ്ട് അവർ പറയുന്നതിന് ആരും ചെവി കൊടുക്കാതെ ഞങ്ങൾ പറയും, നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം അടിച്ചേൽപ്പിക്കലെന്ന് ചോദിക്കുന്നു. ഇല്ല, അത് അടിച്ചേൽപ്പിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏത് വിശ്വാസങ്ങൾക്കും നമ്മൾ അനുദിനം അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാനം ബ്ലെൻഡായി പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ എത്തിയ കാര്യമാണെങ്കിൽ നമ്മൾ ഏത് കാര്യവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇതിലേക്കായിരിക്കും. എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ്, എന്താണ് റിയാലിറ്റി, എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു ചേഞ്ച് വന്നത് എന്തുകൊണ്ടാണ് തിരിച്ചു പോകേണ്ട ആവശ്യം? ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് മാത്രമല്ല, സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും യഥാർത്ഥത്തിലുള്ളൊരു പോരായ്മ. അത് ഏറ്റവും കൂടുതൽ ആ പോരായ്മ ഉണ്ടായിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് അഡൾട്ട് കാറ്റക്കിസം അത് നമ്മുടെ പള്ളികളിൽ
നടക്കുന്നില്ല. ആ അഡൾട്ട് കാറ്റഗിസത്തിൻ്റെ പോരായ്മയാണ് ഇപ്പോൾ ഈ വിശ്വാസികൾ, അതായത് അവർ ശീലിച്ചു പോകുന്ന ചില കാര്യങ്ങളിൽ ആ കാറ്റഗിസം കൊടുക്കേണ്ട വൈദികർ അത് കൊടുക്കാതിരിക്കുകയും പകരം അവർ കൊടുത്തത് ഇവിടെ സിനഡ് പിതാക്കന്മാർ നുണ പറയുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നപ്പോൾ എന്തായി, മാർപ്പാപ്പ പോലും നുണ പറയുന്നു. മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു, അല്ലല്ല മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിലൊക്കെ. യഥാർത്ഥത്തിൽ മാർപ്പാപ്പയെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിൽ വ്യാപകമായിട്ട് ഒരു നുണപ്രചാരണം നടത്തി വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇത് വരികയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഒരു പള്ളിയിൽ ബലി അർപ്പിക്കേണ്ട വൈദികനിൽ മാത്രം നിക്ഷിപ്തമായ ഒരു സംഭവം വിശ്വാസികളുടെ കൈകളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അതിൽ ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. അത് പലപ്പോഴും ഇവിടെ ഹൈഡ് ചെയ്യപ്പെട്ട് വെച്ചേക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് അച്ഛൻ പറയുകയാണ്, നമ്മുടെ ഇത്രയും നാൾ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു കാര്യത്തിനകത്ത് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രം വന്നിട്ടുണ്ട്. ആ സമയത്ത് വൈദികർ നമ്മളെല്ലാവരും ദൈവത്തിലേക്കാണ് നോക്കുന്നത് എന്ന് ഒരു പള്ളിയിൽ നിന്നൊരു വൈദികൻ പറയാൻ തയ്യാറായാൽ ഏത് വിശ്വാസിയാണ് അതിനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഒരിക്കലും അത് സംഭവിക്കില്ല, പ്രത്യേകിച്ച് പള്ളിയിൽ. കാരണം പള്ളി വരുന്നതെല്ലാം നമ്മൾ ദൈവത്തെ കാണാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ച് ആ വൈദികനാ ഉണ്ടാകുന്ന അതിനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്നത് റൂബ്രിക്സ് എന്നാണ്. ആ ഒരു റൂബ്രിക്സ് ചേഞ്ച് മുണ്ടാടൻ അച്ഛൻ പോലും വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉപയോഗിക്കുന്ന തക്സ, ഇതാണ് ആ തക്സ, ഈ തക്സ തന്നെയാണ് ഞങ്ങൾ കുർബാനയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. അതിലെ ഒരു റൂബ്രിക്സ് മാത്രമാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പാടുക. അതായത് ആ ഒരു 15 മിനിറ്റ് ഞങ്ങൾ പുറകിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് റൂബ്രിക്സ് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? കാരണം ജനങ്ങളെല്ലാം കുർബാന തുടങ്ങുമ്പോൾ മുതൽ തീരുന്ന സമയം വരെ സമ്പൂർണ്ണമായി നമ്മൾ സക്രാരിയിലേക്ക്, അൾത്താരയിലേക്ക് നോക്കി നിൽക്കുന്നു. ഒരു ദൈവോന്മുഖ കൺസെപ്റ്റാണ്. വൈദികൻ മാത്രം ആ ഒരു സമയം, ഇപ്പോൾ വചനം വായിച്ചു, ആളുകളോട് സംസാരിച്ചു, അങ്ങനെയുള്ള കുറേ ഭാഗമെല്ലാം കഴിഞ്ഞ് ആ സമയം വരെ ജനത്തിന് അഭിമുഖമായി നിന്നതിന് ശേഷം ഈ ഒരു ഭാഗം ഇത് ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് ചെയ്യേണ്ടതാണ് എന്നൊരു ബോധവൽക്കരണം ഇത് നമ്മുടെ മുമ്പിലെ പള്ളികളിലെ വിശ്വാസികൾക്ക് അവർ കൊടുക്കാതെ അവർക്ക് പിതാക്കന്മാർ, ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഇത് കുറേ അധികം വൈദികർക്ക് പിതാക്കന്മാരോടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും, ഇവരെ പരിഗണിക്കാത്തതും, ഇവരുടെ ഈ അനാവശ്യമായ കുറേ ഈ വേദനകളും കാര്യങ്ങളുമൊക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബാലിശം, ഇത് കുട്ടിത്തം ഈ പരിപാടിയാണ്. കാരണം എന്നെ പരിഗണിച്ചില്ല, ഇവരൊക്കെ ഞാൻ ചോദിക്കുന്ന എപ്പോഴാണ്, ഇവരൊക്കെ നഴ്സറി പിള്ളേരാണോ? എന്നെ പരിഗണിച്ചില്ല, എനിക്ക് മുറിവേറ്റു. ഇവരൊക്കെ ഈ വെള്ളവസ്ത്രം ധരിച്ച ഈ നമ്മൾ വിശുദ്ധരെന്ന് പൊതുജനം കാണുന്ന വൈദികരല്ലേ, അവർക്ക് ഇങ്ങനെ 4 പേരുടെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങളെ പരിഗണിച്ചില്ല, ഞങ്ങൾ മുറിവേറ്റു. അത് നമ്മൾ അങ്ങനെ പറയുന്ന കാര്യമില്ല. കാരണം ഇവർ മനുഷ്യന്മാരാണല്ലോ, അവർ ദൈവതുല്യരും ആയിട്ടില്ല, അവർ സാധാ മനുഷ്യന്മാരാണ്. അവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് നമ്മളോട് കുറച്ച് സംവദിക്കാൻ വേണ്ടി തയ്യാറാവുന്നു മാത്രമേ ഉള്ളൂ. അവരെ നമ്മൾ അതും കൂടി പരിഗണിക്കണം. അവർ മനുഷ്യന്മാരാണെന്നും വൈകാരികമായിക്കൊക്കെ പെരുമാറുന്നവരാണെന്നും കൂടി മനസ്സിലാക്കണം. പിന്നെ ഈ കുഴപ്പമില്ല. ഇതിൽ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും സഹിക്കാനും പരസ്പരം സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. അതെ. എന്തുകൊണ്ടാണ് ഇത്രയും വാശി കൂടി ഈ പ്രശ്നം നിങ്ങൾ അടിച്ചേൽപ്പിക്കണം? നിങ്ങളെ വിശ്വാസമല്ല ശരി, നിങ്ങളെ ആരാധനയല്ല ശരി, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തരം മാനസികമായിട്ട് നമ്മൾ ഒന്നിലേക്ക് അർപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അർപ്പിച്ചൊരു സംഭവം നിങ്ങൾ നാളെ പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അടിച്ചേൽപ്പിക്കൽ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കൽ തന്നെയാണിത്. അല്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം ഇപ്പൊ അൽമായ മുന്നേറ്റംകാർ പറയുന്നതും ഇവിടുത്തെ വൈദികർ പറയുന്നു ഇത് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചതാണ് എന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇതേ വാദമായിട്ട് 35 രൂപതകളിലെ മുഴുവൻ വൈദികരും രംഗത്ത് വരണം. അല്ല, അവർക്ക് എന്തുകൊണ്ട് അടിച്ചേൽപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്നില്ല? അതാണ് പ്രശ്നം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂരുള്ള ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥയോ രാഷ്ട്രീയ അവസ്ഥയോ അല്ല ഞാൻ ഇപ്പൊ താമസിക്കുന്ന എറണാകുളത്തുള്ളത്, അല്ലല്ലോ. ഇതേ അവസ്ഥയല്ല തിരുവനന്തപുരത്തുള്ളത്, കോട്ടയത്ത് വേറെ എന്നാണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ചില ആരാധന ജീവിത രീതികളൊക്കെ ഉണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. അതും കൂടി ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, പക്ഷെ ആരാധനാക്രമത്തിൽ നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല. കാരണം 35 രൂപതകളിൽ എവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും പള്ളികളിൽ
എല്ലാം ഈ സീറോ മലബാർ സഭയിലെ വിശ്വാസികളാണ് എല്ലായിടത്തും ഉള്ളത്. ആണ്. അവിടെ ആണെങ്കിലും എല്ലായിടത്തും ഇതേ ഒരേ ആരാധനാക്രമം തന്നെയാണ് അനുഷ്ഠിച്ചു പോകുന്നത്. എന്തിനാണ് അതായത് നേരത്തെ ചോദിച്ചത് എന്തിനാണ് ഇത്ര വാശി എന്നതിന്റെ ചോദ്യം. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വെറുതെ വാശി കൊണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഉള്ള പ്രശ്നം എന്താണ്? വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നു. പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞ കർത്താവിനോട് തന്നെയുള്ള വെല്ലുവിളിയാണ് അത് എന്നുള്ള എൻ്റെ ഒരു വാദം. രണ്ട്, ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കുറെ കാലം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് നിരന്തരമായി ഇപ്പൊ റോമൻ കത്തോലിക്കലായാലും ശരിയാ, ലാറ്റിൻ കത്തോലിക്ക, ഇവരിൽ നിന്നൊക്കെ മാറിയിട്ട് വലിയൊരു വിഭാഗം പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞത് ഈ യഹോവ സാക്ഷികളുടെയൊക്കെ സമ്മേളനം നടക്കുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എത്രയുണ്ട്, പെന്തക്കോസ്ത് സഭകൾ എത്രയുണ്ട്, ഇപ്പൊ കൊച്ചിയിൽ തന്നെ എത്ര സഭകളുണ്ട്. ഇതൊക്കെ നേരത്തെ കത്തോലിക്കരായിരുന്നേ. കത്തോലിക്കരെന്നാണ് പലരും അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് പോകുന്നത്? നിങ്ങൾക്ക് ഈ ഇടയിൽ തന്നെ ഐക്യമില്ല എന്ന് കാണുമ്പോൾ ആളുകൾക്ക് മനോപ്രയാസം കാരണമാണ് അവർ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇത് കാണാതെ പോകരുത്. അല്ല, അത് ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭാ നേതൃത്വം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ ആളുകളുടെ കൊഴിഞ്ഞുപോക്കിനകത്ത് ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾ രൂപപ്പെടാനും അതിനെ ഏതെങ്കിലും ഒരാൾ അടർന്നു മാറി അതിൽ നിന്ന് പോകുമ്പോൾ ചിലരുടെ വ്യക്തി താല്പര്യങ്ങളിൽ നിന്നാണ് ചില സംവിധാനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനോട് ചേരാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് കാര്യം എടുത്താൽ ഇവിടെ 350 വൈദികരെ എനിക്ക് തോന്നുന്നു ഈ മുണ്ടാടനച്ചൻ്റെ ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾക്കത് അനുവദിച്ച് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അല്ല, അങ്ങനെ തന്നെയാണ് ഇത്രയും സഭകൾ. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് വേണം മുണ്ടാടനച്ചന്റെ കൂടെ കുറച്ച് എനിക്ക് 10,000 ആൾക്കാർ അതിൽ കൂടുതലൊന്നും പോകാൻ പോകുന്നില്ല. കാരണം 10,000 ആള് പോകുന്നതന്നെ ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. അതെ ഞാൻ പറഞ്ഞത്. അപ്പൊ 1000 ആള് പോയി, 350 അച്ഛന്മാര് പോയി, അവര് വേറെ ഒരു സഭയായിട്ട് അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് സഭ, അവർക്ക് കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് ഒരിക്കലും അവർക്ക് നിൽക്കാൻ സാധ്യമല്ല. പിന്നെ അവര് പോയാൽ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയെ നിൽക്കണമെന്നില്ല, ഈ ദൈവത്തിൽ അർപ്പിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം. അതെ. അപ്പൊ എന്തിനാണ് കത്തോലിക്ക സഭ തന്നെ ആവണമെന്നുള്ള വിശ്വാസിക്കത് ആവശ്യമില്ലല്ലോ. പക്ഷെ അതിനകത്ത് ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എറണാകുളത്തെ വൈദികരെ പൊതുവിശ്വാസി സമൂഹം അവർ മനസ്സിലാക്കിയത് ഏത് രീതിയിലാണ്, അതേക്കുറിച്ച് ഇവിടുത്തെ അച്ഛന്മാർ ബോധേഡാണോ എന്ന കാര്യത്തിൽ ഞാൻ സ്വയം ആലോചിച്ചാൽ ഇവിടുത്തെ അച്ഛന്മാർ ബോധേഡല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കത്തോലിക്ക സഭയുടെ ഒരു സംവിധാനം അനുസരിച്ച് ഇപ്പോൾ എറണാകുളത്ത് 400-നടുത്ത് പള്ളികളുണ്ട്, 370 സംതിങ് പള്ളികളുണ്ട്. ഏതാണ്ട് 400ഓളം അച്ഛന്മാരും എല്ലാം ഈ പള്ളികളിൽ പലതരത്തിലുള്ള ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിക്കപ്പെട്ടവരുണ്ട്. ഈ പള്ളികളുടെ എല്ലാ പള്ളികളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അതിരൂപത മെത്രാനാണ്. ആ പള്ളിയിലെ വിശ്വാസികൾ പള്ളികൾ പണിയാനായിട്ട് വിശ്വാസികൾ അവരുടെ അധ്വാനവും വിയർപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എല്ലാ പള്ളികളും രൂപപ്പെട്ടത്. അല്ലാതെ സഭ കുറേ പൈസ കൊണ്ട് കൊടുത്തിട്ട് അവിടെ ചെയ്തൊന്നുമല്ല പള്ളികൾ. എല്ലാം വിശ്വാസികളുടെ. നമുക്കിപ്പോ അറിയാം എടപ്പള്ളി പള്ളിയൊക്കെ കോടികളാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർ അത് തന്നെ, അത് ശരിയാണ്, അതൊക്കെ അത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ആരാധനാപരമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ 350 പള്ളികളിലേക്കും അത് വിന്യസിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ആൾ എന്ന് പറയുന്നത് ആ രൂപതയിലെ മെത്രാനാണ്. അതുകൊണ്ടാണ് ഒരു പട്ടം കൊടുത്തു കഴിയുമ്പോൾ ഒരു അച്ഛന് പുത്തൻ കുർബാന ചൊല്ലി പട്ടം കൊടുക്കുമ്പോൾ ആ അതിരൂപതയിലെ മെത്രാനോടാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ മെത്രാൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാനും മെത്രാൻ പറയുന്ന അജപാലനപരമായ ശുശ്രൂഷകൾ മാത്രമേ ഒരു വൈദികന് തൻ്റെ ഇടവകയിൽ അനുഷ്ഠിക്കാനായിട്ട് അവകാശമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഇടവക പള്ളിയിൽ ആ ഇടവ പള്ളിയുടെ കസ്റ്റോഡിയൻ ആ രൂപതയിലെ മെത്രാനാണ്. അപ്പോൾ ഒരു മെത്രാന് 400 പള്ളികളിലും പോയി 400 ഈ വിശ്വാസികൾക്ക് മുഴുവൻ തൻ്റെ അജപാലനപരമായിട്ടുള്ള ദൗത്യം ഒരേ സമയം നിറവേറ്റാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അത് കൃത്യമായ രീതിയിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടി മെത്രാൻ തൻ്റെ കാര്യങ്ങൾ, മെത്രാൻ എന്ന് പറയുമ്പോൾ മെത്രാനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കുറേ കടമകൾ മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിഭജിച്ചു കൊടുക്കുന്നു. ഇവിടെ നിന്ന് മെത്രാൻ അത് മറ്റു വൈദികരിലേക്ക് അത് വിഭജിച്ചു കൊടുക്കുന്നു. മെത്രാൻ എന്താണോ പറയുന്നത്, മെത്രാന് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് ഓരോ ഇടവകയിലും പ്രതിനിധിയായി വന്ന് അവർ സംസാരിക്കേണ്ടത്. അപ്പോൾ മെത്രാൻ ഒരു സർക്കുലർ കൊടുത്താൽ ആ സർക്കുലർ അത് ഇടവക ജനത്തിന് വേണ്ടി അത് വായിക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വികാരിയച്ഛൻ പറയേണ്ട കാര്യങ്ങളല്ല ഇടവക വിശ്വാസികൾ കേൾക്കേണ്ടത്, മെത്രാൻ പറയുന്ന കാര്യങ്ങളാണ്. അത് മെത്രാൻ സർക്കുലർ അതുകൊണ്ട് തന്നെ ഒരു സർക്കുലർ വായിക്കാതിരിക്കുകയോ അതിനെ ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യുകയോ ചെയ്താൽ സഭയിൽ നിന്ന് വരെ മഹറോൻ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ലംഘനമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ.
അപ്പം അത് ആ കാര്യങ്ങളെക്കുറിച്ച് ഇവർക്കൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് എനിക്ക് താഴത്തെ പിതാവിൻ്റെ തട്ടിൽ പിതാവിൻ്റെ സർക്കുലർ അവസാനം വന്നപ്പോൾ അവർ കത്തിക്കും, ബസിലിക്ക പള്ളിയോട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് അവർ കത്തിച്ചില്ല? വ്യക്തമായ കാരണമുണ്ട് അവർ കത്തിക്കാത്തതിന്. ഒരു മേജർ ആർച്ച് ബിഷപ്പ് വന്നു, ഫസ്റ്റ് സർക്കുലർ കത്തിച്ചാൽ അവർക്കറിയാം കത്തിച്ചാൽ പണി കിട്ടും. ഇതിനു മുമ്പ് ബാസിൽ പിതാവിൻ്റെ മാർപ്പാപ്പയെ ഡെലിഗേറ്റിൻ്റെ സർക്കുലർ വന്നു, അവർ കത്തിച്ചു എന്ന് മാത്രമല്ല അതിൽ കാർക്കിച്ചു തുപ്പി. പിതാക്കന്മാരുടെ കോലം കത്തിച്ചു. 24ഓളം പൗരസ്ത്യ സഭകളുടെ തലവനായിരുന്ന സാൻഡ്രി എന്ന് പറയുന്ന പിതാവിൻ്റെ കോലം കത്തിച്ചു. ആ കൂടെ ആലഞ്ചേരി പിതാവിൻ്റെ കോലം കത്തിച്ചു. ഇവരിതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാത്തതൊന്നുമില്ല. ബസിലിക്ക ദേവാലയത്തിൽ നടന്ന കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പള്ളികളിലും നടക്കാത്ത ഒരു കാര്യമാണ് ബസിലിക്ക ദേവാലയത്തിൽ നടന്നത്. ഇനി എനിക്ക് തോന്നുന്ന ഈ ലോകം എന്നാണ് അവസാനിക്കുന്നത് അന്ന് വരെ ഇനി ഒരു പള്ളികളിൽ ഇങ്ങനൊരു സംഭവം നടക്കോ എന്ന് പോലും നിശ്ചയമല്ല. അത്രയ്ക്ക് നിഷേധാത്മകമായിട്ടുള്ള കുർബാനയെ സമരമുറയാക്കുന്നു. ഒരു കുർബാനയെക്കുറിച്ച് ഒരു മനുഷ്യൻ്റെ വിശ്വാസികളുടെ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റിനെ പരിപൂർണമായിട്ട് അവർ സമൂഹത്തിൽ ഇതിനെ വലിച്ചു കീറാൻ തക്ക രീതിയിൽ അവർ ഈ വിഷയത്തെ എത്തിക്കരുതായിരുന്നു. എത്തിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് എത്തിച്ചത് പിതാക്കന്മാരല്ല. കാരണം ഇതൊരു കുടുംബമാണെങ്കിൽ കുടുംബം, അപ്പൻ, അമ്മ, മക്കൾ, അതിന് പുറമേ വേറെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഓഫീസ് വർക്കോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി ആ കുടുംബത്തിൻ്റെ ആ ഒരു സർക്കിളിന് അപ്പുറത്തേക്ക് ഇത് പുറത്തു പോകാതെ നോക്കുക എന്നുള്ളത് ആ കുടുംബത്തിലെ മക്കളുടെയും അപ്പൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം വന്നപ്പോൾ എന്തുകൊണ്ട് ഈ 350 അച്ഛന്മാർക്ക് ഇപ്പോൾ സഭ ഈ കാര്യം പറഞ്ഞു, പക്ഷേ ഇത് വിശ്വാസികളിലേക്ക് നമുക്ക് എത്തിക്കണ്ട, അത് വരട്ടെ, പക്ഷെ അതിനുള്ളിൽ തന്നെ നിന്ന് എന്തുകൊണ്ട് ഇവർക്ക് മാത്രമായിട്ട് സംസാരിക്കാനും പരിഹരിക്കാനും? അല്ല, അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് വിശ്വാസികളും കൂടി അറിഞ്ഞിട്ട് പോകുന്നതിന്. കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലാതെ സഭയ്ക്കുള്ളിലുള്ള ഒരു ആഭ്യന്തര വിഷയമല്ല. യഥാർത്ഥത്തിൽ ഈ കുർബാന തർക്കം എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിൽ ഒരു ആഭ്യന്തര വിഷയമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരിക്കും അൽമാരിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് അതിനൊരു ജനാധിപത്യ രീതി എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ല, ജനാധിപത്യ രീതിയിലേക്ക് അവർ എത്തിക്കാൻ കാരണം ഇവർക്ക് അതിൻ്റെ റിയൽ കോസ് ഞാൻ പറഞ്ഞുതരാം. 350 അച്ഛന്മാർക്ക് പിതാക്കന്മാരെ തെറി വിളിക്കാൻ പറ്റുമോ? മായേ പൂവേന്ന് കൂട്ടി തെറി വിളിക്കാൻ പറ്റുമോ? അല്ല, തെറി വിളിക്കില്ല, അത് ഒരു പിതാക്കന്മാരെന്നല്ല ആരും വിളിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് പറ്റൂല. അപ്പൊ ഈ അച്ഛന്മാർക്ക് ഈ പിതാക്കന്മാർ കൊടുത്ത സർക്കുലർ എവിടെയും പോയി കത്തിക്കാൻ പറ്റുമോ? അവർക്ക് കാർക്കിച്ച് തുപ്പാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. ഈ പിതാക്കന്മാർ പോകുന്ന വഴിയെ അവരെ ഈ അച്ഛന്മാർക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 350 അച്ഛന്മാര് ഈ പറഞ്ഞ അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ആരെ വെച്ച്? വിശ്വാസികളെ വെച്ച്. വിശ്വാസികളല്ലേ അടിസ്ഥാനം? അതല്ല അങ്ങനെ ഒരിക്കലും വിശ്വാസികൾ അടിസ്ഥാനമാണെങ്കിലും അവർക്ക് ചെയ്യാൻ, അവർ പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ, അവർക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ വിശ്വാസികളെ വെച്ച് അതേ കാര്യങ്ങൾ തന്നെ എറണാകുളത്ത് അവർ ചെയ്യിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ദയനീയമായ ചിത്രം. എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ വൈദികർക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? ആർക്കെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇവർ എറണാകുളം അങ്കമാലി അതിരൂപത കൺട്രോൾ ചെയ്യുന്ന 3-4 ഓൺലൈൻ ചാനൽസ് ഉണ്ട്. ഏകം മീഡിയ, സുബോധന, ഫേസ്ബുക്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ഒഫീഷ്യൽ പേജസ് ആണ് ഇതെല്ലാം. ഒഫീഷ്യൽ പേജസിലൂടെ ഇവരുടെ പടങ്ങൾ, ഇവരുടെ നരേഷൻസ്, ഇതൊക്കെ ചെയ്യിക്കുന്നതെല്ലാം അച്ഛന്മാരാണ്. ഒഫീഷ്യൽ സംവിധാനങ്ങളിലൂടെ ഇത്രയും വ്യാപകമായിട്ടൊരു സഭയെ പരിപൂർണമായിട്ട് ഇവർ അടച്ചാക്ഷേപിക്കുമ്പോൾ ഈ വൈദികർ തന്നെ ഈ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു സന്ദേശം എന്താണ്? അല്ല, ഇതിപ്പോൾ പൊളിറ്റിക്കലി ആയല്ലോ. ഇത് പൊളിറ്റിക്കലി ആകുന്ന സമയത്ത് പിന്നെ എതിരാളികളെ തകർക്കുക എന്നുള്ള പിന്നെ പൊളിറ്റിക്കലാകുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പൊ വിശ്വാസത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു പൊളിറ്റിക്കൽ സംഭവമായി മാറുകയും രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള തർക്കമായി മാറുകയും ചെയ്യുമ്പോൾ ഇരുപക്ഷവും അത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അത് എല്ലാവരുടെയും സ്വാഭാവികമാണ്, മനുഷ്യരാണല്ലോ. അല്ല, അത് ശരിയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു സഭാ സംവിധാനത്തിലാവുമ്പോൾ ഒരു വയലേഷൻ, ഇപ്പം ഒരാൾക്ക് ഏതറ്റം വരെ ഒരു സംഭവം ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ അവരതിൻ്റെ ഭാഗമല്ലാതാകും, അല്ലേ? ഇപ്പോൾ ഒരു എറണാകുളത്ത് വ്യാപകമായിട്ട്, ഇവിടെ എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ട് ക്രമക്കേട് നടക്കുന്നു, ഗുണ്ടാ സംഘങ്ങൾ പെരുകുന്നു, മോഷണങ്ങൾ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. ഒരാൾക്കും അവിടെയുള്ള ലോക്കൽ പോലീസിനോ ബാക്കിയുള്ള ആളുകൾക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ തീരുമാനിക്കുക? എറണാകുളം ജില്ലയിൽ ഇതിനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു SP നേരെ ഇങ്ങോട്ട് ചുമതല ഏൽപ്പിക്കും.
ഇതൊക്കെ ഇവിടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം ഞാനീ പറയുന്നത്. നല്ലൊരാൾ വന്നാൽ ഇവിടെയുള്ള ഏത് ക്രിമിനൽസും ആ ഒരാൾ നിയോഗിക്കപ്പെടുന്നതോട് കൂടി തന്നെ പല കുറ്റകൃത്യങ്ങളും അപ്പോൾ തന്നെ ഫീഡ് ഔട്ട് ആവും. പിന്നെ ബാക്കി പകുതി കാര്യങ്ങൾക്ക് മാത്രമേ പ്രശ്ന പരിഹാരത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ ചില കാര്യങ്ങൾ അദ്ദേഹം വന്ന് ചില കാര്യങ്ങൾ ഈ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SI-മാരും SHO-മാരൊക്കെ പറയുകയാണ്, ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ ഈ എതിർക്കുന്ന വിശ്വാസികൾ ക്രിമിനൽ സംഘമാണെന്നാണ് പറയുന്നത്. അല്ല, ഇതിനകത്ത് ക്രിമിനൽ ആ ഒരു രീതിയിലേക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം, ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഈ വിഷയത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വിശ്വാസികളെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് ഈ വൈദികർ തന്നെ വിശ്വാസികളെ എത്തിച്ചു. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പിതാക്കന്മാരെ തെറി വിളിക്കുന്ന വിശ്വാസികൾ ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട്. പണ്ട് അവർ വിളിച്ചിരുന്നവരെ എന്തുകൊണ്ട് അവരെ തെറി വിളിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു? പള്ളികളിൽ കയറി ഇപ്പോൾ താഴത്ത് നമ്മുടെ ഇതിനു മുമ്പിലത്തെ ബോസ്കോ പിതാവിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവായിരുന്നു. താഴത്ത് പിതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഏറ്റവും അവസാനം അദ്ദേഹം രാജിവെച്ച് പോയി കഴിഞ്ഞപ്പോൾ ആണ് പറഞ്ഞത്, ഫിസിക്കൽ അറ്റാക്ക് 4 പ്രാവശ്യമാണ് താഴത്ത് പിതാവിനെ അറ്റാക്ക് ചെയ്തത്. ഈ അൽമായ മുന്നേറ്റംകാർ, അത് ഏറ്റവും അവസാനമാണ് താഴത്ത് പിതാവ് പറഞ്ഞത്. എന്തെങ്കിലും നടപടി എറണാകുളംകാർക്ക് വിരുദ്ധമായിട്ട് എടുത്താൽ എന്നുള്ള രീതിയിൽ ഫിസിക്കൽ അറ്റാക്ക് 4 പ്രാവശ്യം. ആദ്യം വന്നപ്പോൾ തന്നെ അതിരൂപതയിൽ ഇവർ പോയി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ കാണാത്ത സ്ത്രീകൾ വരെ, മുന്നിരിക്കുന്ന സ്ത്രീകൾ വരെ പേടിപ്പിച്ചിട്ട് കയ്യും കാലും തല്ലി ഒടിക്കും. അവരന്ന് കയ്യും കാലും തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഫിസിക്കലി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തല്ലി ഒടിച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇതൊക്കെ ചെയ്യിക്കുന്നതാരാ? ഇത് അച്ഛന്മാർക്ക് അവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം അൽമായരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ആരാധനാക്രമ വിഷയങ്ങളും പള്ളിയിലെ കുർബാന അത് അങ്ങോട്ട് തിരിയുന്നതും 15 മിനിറ്റ് തിരിയുന്നതും ഒക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ. വിശ്വാസികൾക്ക് ഈ കഴിഞ്ഞ 2 വർഷം എറണാകുളത്തെ മാത്രം, അതിന് പുറമെ ഇത് സോഷ്യൽ മീഡിയ പണ്ടത്തെ പോലെ ഇപ്പോൾ ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. എന്തറിഞ്ഞാലും ഇവിടെ ഇപ്പോൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അപ്പോൾ തന്നെ സെക്കൻഡുകൾ കൊണ്ട് സ്പ്രെഡാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന വിശ്വാസരാഹിത്യവും മൂല്യശോഷണവും അവിടെ നിൽക്കട്ടെ. എറണാകുളംകാരുടെ മാത്രം ഈ അതിരൂപതയിലെ ആളുകൾക്ക് ഏതാണ്ട് 6 ലക്ഷത്തിനടുത്ത് വിശ്വാസികളുണ്ട് എറണാകുളത്ത് മാത്രമായിട്ട്. ഇത്രയും ആളുകൾക്ക് 2 വർഷം കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന തലമുറകളുടെ, ഇപ്പോൾ ആൾക്കാരുടെ പിന്നെ കുറച്ചുകൂടി വിടാം, ചെറുപ്പക്കാരുടെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ, ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ഇവരുടെ വിശ്വാസത്തിന് ആര് കണക്ക് കൊടുക്കുക? അവിടെയാണ് വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് കുറേ ബിഷപ്പുമാരും അതുപോലെ തന്നെ കുറേ വൈദികരും ആ പരസ്പരം ഏറ്റുമുട്ടുകയും പരസ്പരം പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയും പൊതുജന മധ്യത്തിൽ വിഴുപ്പലക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ തുടർന്നാൽ ഈ പുതുതായിട്ട് വരുന്ന അതായത് യുവ സമൂഹത്തിന് എത്രത്തോളം ഇവരെ വിശ്വസിക്കാൻ പറ്റും, എത്രത്തോളം ഇവരിൽ അർപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയ വിഷയമുണ്ട്. ഇത് വിശ്വാസി സമൂഹത്തിനാണ് അടിസ്ഥാനപരമായി പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ അത് ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് സഭയെ ബാധിക്കും, ലോകത്തിൽ തന്നെ അത് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ഇപ്പോൾ അതിനോട് ചോദിച്ചാൽ ഏതോ ഓർഗനൈസേഷൻ എന്ന് എന്നോട് ചോദിച്ചു. MTNS രൂപപ്പെട്ടത് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 10-14 രാജ്യങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. കേരളത്തിലെ എല്ലാ രൂപതകളിലും നമ്മുടെ പ്രസൻസ് ഉണ്ട്. എറണാകുളത്ത് തന്നെ നല്ല ശതമാനം ഇടവകളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗത്വമുള്ള മെമ്പേഴ്സ് നമുക്കുണ്ട്. ഇതെല്ലാം രൂപപ്പെട്ടത് തന്നെ എറണാകുളത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാരണമുണ്ട്. നമ്മളുടെ വ്യക്തമായ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ രൂപപ്പെട്ടത്? നമ്മുടെ ബയലോയിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു രോഗം വന്നു, ഒരു രോഗം ഗുരുതരമാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ അയാൾ അതിൻ്റെ കോസായിരിക്കും ആദ്യമേ പഠിക്കുക. ആ കോസിനെ കുറിച്ച് പഠിക്കാതെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ആ ചികിത്സ എപ്പോഴും ഫലിക്കില്ല. അത് വലിയ അപകടത്തിലേക്കും പോകും. അത് എറണാകുളത്തെ വിഷയം ഇത് തൊലിപ്പുറമെയുള്ള ചികിത്സ അല്ല വേണ്ടത്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ തീരുമാനം എടുത്താൽ എന്താണെന്ന് വെച്ചാൽ, ഇതിന് നാളെ ഇന്ന് ഈ വിഷയം ഒരു പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇതങ്ങ് കടന്നു പോകും. നാളെ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ എങ്ങനെ നമുക്കിതിൻ്റെ കോസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ടായ വിഷയം
ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ തലമുറകൾ എന്നും നശിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതാരാണ് നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത്? വൈദികരാണ്, വിശ്വാസികളല്ല ചിന്തിക്കേണ്ടത്, വൈദികരാണ് ചിന്തിക്കേണ്ടത്. കാരണം അവരുടെ നിയോഗം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി വെച്ചാൽ സെർവൻസ് ഓഫ് സെർവൻസ് എന്നാണ് പറയുന്നത്. സേവകരാണ്, ഇടയന്മാരാണ്. അവരത് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് അവർ പുറത്തു പോകാൻ പാടില്ല. നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഏതറ്റം വരെ നമുക്ക് പോകാം. എൻ്റെ നേരെ മൂത്ത ആള് ഒരു പുരോഹിതനാണ്, ഞാനൊരു പുരോഹിതൻ്റെ അനിയനാണ്. ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എൻ്റെ ചേട്ടന് ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ? പരിമിതികളുണ്ട്, പരിമിതികൾ ധാരാളമുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവർക്ക് ജയിച്ച ജീവിത വിജയത്തിലേക്ക് എത്താനാണ് 10-12 വർഷം അവർക്ക് സെമിനാറി ട്രെയിനിങ് കൊടുക്കുന്നത്. നമുക്കൊന്നും ഒരിടത്തും ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എന്റെ ചോദ്യം അതാണ്. ഈ 12 വർഷം സെമിനാരിയിൽ നിന്ന് എല്ലാ തരത്തിലും പഠിച്ച്, തിയോളജി പഠിച്ച്, എല്ലാ തരത്തിലും വിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് വരുന്ന എന്നിട്ട് കൊച്ചച്ഛനായി, എന്നിട്ടാണ് ഒരു പള്ളിയുടെ ചുമതലയിലേക്ക് വരുന്നത്. ആ അച്ഛനാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അപ്പം എറണാകുളത്തുള്ളത് 400 വൈദികരാണെങ്കിൽ ഈ 400 വൈദികരെ തന്നെ ഒരു 10-50 വൈദികരോളം മാറി നിൽക്കുന്ന വൈദികരുണ്ട്. അതായത് ഈ സഭയോടൊപ്പം തന്നെ മുന്നോട്ട് പോയി അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത്. ബസിലിക്കയിലെ പൂതവേലി അച്ഛൻ, അതുപോലെ നമ്മുടെ സെലസ്റ്റിൻ അച്ഛൻ, അങ്ങനെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കാക്കനാട് പള്ളിയിൽ ഇരിക്കുന്ന വാങ്കുറി അച്ഛൻ, അതേപോലെ താന്നിപ്പുഴ പള്ളിയിലിരിക്കുന്ന ഒരു ജോസച്ചനുണ്ട്, നമ്മുടെ ചുണങ്ങമ്പേരി പള്ളിയിൽ ഇരിക്കുന്ന നെല്ലിശ്ശേരി അച്ഛനുണ്ട്. അങ്ങനെ എത്രമാത്രം അച്ഛന്മാർ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടു. എന്താ അവർ പീഡിപ്പിക്കപ്പെടാൻ കാരണം? അവർ എന്തൊക്കെ സംഭവിച്ച മരിക്കേണ്ടി വന്നാലും സഭയെ ഞങ്ങൾ തള്ളി പറയില്ല. സഭ എന്താണോ ഞങ്ങൾക്ക് വിശ്വാസികൾക്കായിട്ട് കൊടുക്കാൻ തരുന്നത് അതിൽ നിന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ വ്യതിചലിക്കില്ല. മറിച്ച് മറുപക്ഷത്ത് ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ സഭയിൽ നിന്ന് പുറത്തു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. അല്ല, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആത്യന്തികമായി വിജയിക്കാൻ വേണ്ടി പോരാടുന്നവരാണ്. ഒരു സംശയവും വേണ്ട. അതിൽ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പോരാട്ടത്തിലും അവർ കുറച്ചും കൂടി കരുത്താർജിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ പ്രത്യേകതയാണത്. മനുഷ്യൻ കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ഒരു ചോദ്യം, താങ്കൾ എങ്ങനെയാണ്, താങ്കൾ എന്തായാലും ഒരാളെ വ്യക്തിയല്ലല്ലോ, ഒരു സംഘടനയായി നിൽക്കുന്ന ആളാണ്, എന്താണ് ഈ പ്രശ്നത്തിന്റെ ഒരു ശാശ്വത പരിഹാരമായി മുന്നോട്ട് വെക്കുന്നത്? ഇതിന്റെ ശാശ്വത പരിഹാരം, കാരണം അറിയാലോ, ഇത് വളരെ മോശമായൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുള്ളത്. അപ്പോൾ ഇത്രയും മോശമായൊരു സംവിധാനത്തിൽ നമുക്ക് വേണ്ടതൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അതെ, ഒരു ടെമ്പററി ആയിട്ടൊരു സൊല്യൂഷൻ കൊണ്ടൊന്നും ഇത് പരിഹരിക്കപ്പെടാവുന്ന ഒന്നല്ല. ഒന്നുകിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ അവരുടെ നിലപാടുകൾ, അവർക്ക് എന്തായാലും സഭയ്ക്ക് 35 രൂപതകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അവർ ആ പ്രവൃത്തി ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലായിടത്തും നടപ്പിലായ ഒരു കാര്യം കുറച്ചു പേർ മാത്രം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും സഭയെ സംബന്ധിച്ച് ഇത് പിൻവലിക്കാൻ പറ്റത്തില്ല, തിരിഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നഷ്ടം ഉണ്ടായിട്ടില്ല. അവർക്കത് പിൻവലിച്ചത് കൊണ്ട് ഈ 400 വൈദികർക്ക് വേണ്ടി 10,000 അച്ഛന്മാർ ഇപ്പോൾ ലോകം മുഴുവൻ അർപ്പിക്കുന്ന ഒരു സംഭവം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ ചെയ്യേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞപ്പോൾ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാത്രം 6 ലക്ഷം ആടുകൾക്ക് വേണ്ടി 350 ചെന്നായ്ക്കളെ നമുക്ക് സംരക്ഷിക്കാം. സിനഡ് പിതാക്കന്മാർ ആ തീരുമാനത്തിലേക്ക് ഒരിക്കലും എത്തരുത് എന്നാണ് പറഞ്ഞത്. സംരക്ഷിക്കേണ്ടത് ആടുകളെ തന്നെയാണ്. ആടുകളാണ് പ്രധാനപ്പെട്ടവർ. മനുഷ്യർ സാധാരണ ജീവിതത്തിൽ അനുദിനം രാവിലെ പോയി ഒരു കുർബാന കണ്ട് പാടത്ത് പണിയെടുക്കാൻ പോയി തിരിച്ചു വന്ന് അവരുടേതായിട്ടുള്ള ജീവിതങ്ങളിൽ അല്പസമയം പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഞായറാഴ്ച അല്ലെങ്കിൽ എല്ലാ ദിവസമൊക്കെ പള്ളിയിൽ പോയി അങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾ സംസാരിക്കുന്ന വെറും സാധാരണക്കാരായിട്ടും ആളുകൾക്ക് വേണ്ടിയാണ്. വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവരുടെ റൈറ്റാണ് സഭ നൽകുന്ന പരിശുദ്ധമായ കുർബാന അവർക്ക് ലഭിക്കണമെന്നുള്ളത്. അപ്പോൾ അവരുടെ റൈറ്റ്സിനെ ഖണ്ഡിച്ച് 350 പേരെ സംരക്ഷിക്കാൻ പാടില്ല. അത് ചെയ്യുന്നത് നീതിയല്ല.
എപ്പോഴും ഞാൻ എൻ്റെ വാദമൊന്നും അംഗീകരിക്കണ്ട. എനിക്കങ്ങനെ യാതൊരു, എനിക്കിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് തോറ്റുപോയി മടങ്ങി എന്നോർത്ത് എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കേസല്ല. നമ്മൾ തമ്മിലുള്ള തോൽവിയും ജയവും ഇവിടെ ഇല്ല. ഞാൻ സംസാരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ പക്ഷത്ത് നിന്നാണ്. ഞാൻ അച്ഛന്മാരുടെ പക്ഷത്ത് നിന്നല്ല സംസാരിക്കുന്നത്. കാരണം അച്ഛന്മാർക്ക് ഈ വിശ്വാസികളെക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹിക്കാനും ക്ഷമിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾക്കും പൊരുത്തപ്പെടാനും ഒക്കെ ഒന്ന് ഗ്രേസ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവർ ആ ഒരു ഇതിലേക്ക് അല്പമെങ്കിലും നമ്മൾ തിരിച്ചു വരാൻ മനസ്സ് കാണിക്കണം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടി? മുന്നിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി. അപ്പോൾ അവരുടെ ആ ഒരു വേദനയെ, നാളെ ഈ സമൂഹത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ മൂല്യച്യുതികൾ, വിശ്വാസരാഹിത്യം, ആ കാര്യങ്ങളെ അല്പമെങ്കിലും കുറച്ച് ഇവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇവർ ഇത്രയും കടുംപിടുത്തം പിടിച്ച് ഇവർ പോകത്തില്ല. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചു വലിക്കേണ്ടി വരും. ഇത് തിരിച്ചു വലിക്കാൻ തക്ക രീതിയിൽ ഈ 15 മിനിറ്റ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആകാശം ഇടിഞ്ഞൊന്നും താഴെ പോരുന്നില്ലല്ലോ. അതിന് മാത്രം വലിയ കാര്യമാണോ ഇവിടെ 15 മിനിറ്റ് അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് നഷ്ടം വരാനുണ്ടോ? അല്ല, ഇത് വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റുമേ? അല്ല, വിശ്വാസികൾക്ക് പ്രശ്നമില്ലെന്നേ. എനിക്കതിന് വെച്ചാൽ ഞാൻ എൻ്റെ കാരണം പറഞ്ഞുതരാം. ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ അൽമായ മുന്നേറ്റംകാർ പറഞ്ഞു ഇവിടുത്തെ 90% ആൾക്കാരും ഇവിടുത്തെ ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞു. അന്ന് നമ്മളൊരു കാര്യത്തിൽ ഉറച്ചു വന്നു, ഒരിക്കലും അല്ല. കാരണം ഈ 350-400 പള്ളികളിലും നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു 60-70% സ്ഥലങ്ങളിൽ MTNS വളരെ വ്യക്തമായിട്ടുള്ള പ്രസൻസ് ഉണ്ട്. ഈ പറഞ്ഞ ആളുകളിലൂടെ നമ്മൾ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ഒരു പോരാട്ടം നമ്മൾ നടത്തി. കാരണം ആളുകളുടെ ഒരു പക്ഷം അറിയാൻ വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തി. ഓരോ ഇടവകളിൽ നിന്നും 100 മുതൽ 500 വരെ ആൾക്കാരാണ് ഈ നമ്മുടെ അതിരൂപതയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ടവർ. വെറും വെള്ള പേപ്പറിലല്ല ഒപ്പിട്ടേക്കണേ. അതിരൂപതയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ട് നമ്മുടെ അരവനയിലും അതേപോലെ നമ്മുടെ സെൻറ് തോമസിലും സിറിൽ പിതാവിൻ്റെ കയ്യിലും എല്ലായിടത്തും ഇതിൻ്റെ കോപ്പിയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിനുശേഷമാണ് മാർപ്പാപ്പയുടെ വീഡിയോ വന്നപ്പോൾ പോലും എല്ലാവരും ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇന്ന് പോലും പല പള്ളികളിലും വിശ്വാസികൾ പള്ളിയിൽ പോയിട്ട് അച്ഛന്മാരോട് സർക്കുലർ വായിക്കാത്തതിന്, കുർബാന ചെല്ലാത്തതിന് വിശ്വാസികൾ നേരിട്ട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതുവരെ അവർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി ഇത് നമ്മുടെ അച്ഛന്മാർ തന്നെ ശരിയാക്കി വരുവാണെങ്കിൽ വരട്ടെ, അവർ മനസ്സിലാക്കട്ടെ, അതിനുവേണ്ടി കാത്തിരുന്നു. മനസ്സിലായി, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇനി ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. നമുക്കൊരു കാര്യം ചെയ്തുകൂടെ? ഇത് വിശ്വാസികളുടെ ഒരു കൃത്യമായിട്ടൊരു വോട്ടെടുപ്പ് നടത്തിക്കൂടെ? കൃത്യമായിട്ടൊരു വോട്ടെടുപ്പ് നടത്തിയിട്ട് എന്ത് വേണം എന്നുള്ള വിശ്വാസികളോട് തന്നെ ചോദിച്ച് തീരുമാനിക്കുന്നില്ല. അതിന് ഇപ്പോൾ വിശ്വാസികളുടെ ഇപ്പം അങ്ങനെ ചെയ്താൽ പോലും ഞാൻ പറയും വിശ്വാസികളാണ് ഏറ്റവും നല്ല ശതമാനം. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വോട്ടെടുപ്പിൻ്റെ എടുക്കേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ നിഷ്പക്ഷരായി പോയ ഈ ഒരു കുറച്ച് സമൂഹമുണ്ട്. അതിപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മതങ്ങളിൽ മാത്രമല്ല പൊതുസമൂഹത്തിലുണ്ട്. ഒരു ഇഷ്യൂ നടക്കുവാണെങ്കിൽ എല്ലാവരും കൂടുതൽ ആൾക്കാരും കാഴ്ചക്കാരാണ്. അവിടെ പോയി ഇടപെട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഒന്നും ഉണ്ടാവില്ല. കാഴ്ചക്കാരാണ് അപകടകാരികൾ. അതാ പറഞ്ഞേ. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാനത് വ്യക്തമാണ്. സൈലൻസ് ഈസ് എ കില്ലർ. സൈലൻസ് ഏറ്റവും ബെസ്റ്റ് കില്ലർ എന്ന് പറയുന്നത്, സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത് നമ്മുടെ സൈലൻസാണ്. ആ സൈലൻസാണ് ഇവിടെ ഈ വിശ്വാസ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ പള്ളികളിലും ഈ സൈലൻസിനെ ഒരു അനുകൂലമാക്കി ഇവർ ഈ അൽമായ മുന്നേറ്റംകാർ, നമ്മുടെ അച്ഛന്മാർ അതിനെ വ്യാഖ്യാനിച്ചു. യഥാർത്ഥത്തിൽ അതല്ല ചിത്രം. പൊതു വിശ്വാസികൾക്ക് എപ്പോഴും അവർക്ക് സഭയോടൊപ്പം തന്നെ പോകാനാണ്. എന്നുവെച്ചാൽ അവർ കാഴ്ചക്കാരാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ സഭ തന്നെ ഈ പ്രശ്നത്തിനകത്തൊരു തീരുമാനം ആക്കിക്കൊണ്ടുവരും. അപ്പോൾ അവിടെ ഇവിടെയും തൊടാതെ ഒരു വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ നമുക്ക് വേറെ സ്ഥലത്ത് പോയി അച്ഛന്മാരുടെ അതൃപ്തി വാങ്ങിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ തെറിയും പടയും കൂടാതെ സംഭവം പരിഹരിച്ചൊക്കെ തീരും. 99% ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇത് ഏറെ വൈകാതെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പരിഹരിക്കപ്പെടും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോം മാർപ്പാപ്പ പോലെ ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും എല്ലാത്തിനെക്കുറിച്ചും ഞാൻ നിരന്തരമായിട്ട് പഠിച്ചു, എല്ലാത്തിനെയും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എറണാകുളത്ത് അച്ഛന്മാരോട് വീണ്ടും പറയുന്നു, കഴിഞ്ഞ ഡിസംബറിൽ 25-നാണ് കുർബാന എല്ലാം പറഞ്ഞത്. അപ്പോൾ അവർ ഒരു ദിവസം മാത്രമേ, 2 വർഷമായിട്ട് നിരന്തരമായിട്ട് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിൽ ഒരു സഭയുടെ തലവും പറയുമോ? ഒരു ദിവസം മാത്രം ഒറ്റ കുർബാന ചെല്ലാനായിട്ട്. അവിടെ ഇവിടെ പറഞ്ഞു ഒരു ദിവസമാണ് ചെല്ലാൻ പറഞ്ഞതെന്ന് പറഞ്ഞ്. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, കാരണം അതുകൊണ്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞു പോയി.
ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഈ സഭയിൽ നിന്ന് ഇവർ പുറത്ത് എന്നുവെച്ചാൽ മാർപ്പാപ്പ ആ വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ആകരുത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക ചെയ്തേ, നിങ്ങൾ കൂടെ തന്നെ നിൽക്കണം. പക്ഷേ ഇത് അവസാനം പുറത്തേക്ക് പോകുന്നൊരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിപ്പെട്ടത്. പക്ഷേ എന്തുകൊണ്ട് ഇത് പുറത്ത് കളയാനായിട്ട് നമ്മുടെ സിനഡിൽ തന്നെയുള്ള പിതാക്കന്മാർക്ക് താല്പര്യമില്ല? ആലഞ്ചേരി പിതാവ് എന്തുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത്? ഈ എറണാകുളത്തെ 350 അച്ഛന്മാരെ ആലഞ്ചേരി പിതാവിനോട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ ഇത് പുറത്തു വിടുവാണെങ്കിൽ ആലഞ്ചേരി പിതാവ് ഇത് കേൾക്കുമല്ലോ. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ അച്ഛന്മാരുടെ പേരിൽ നടപടിയെടുക്കാത്തതിന്. അപ്പോൾ ആലഞ്ചേരി പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലെ അവരും എൻ്റെ മക്കളല്ലെന്ന് ചോദിച്ചു. ആ പിതാവിൻ്റെ വാക്ക് പോലും ഈ അച്ഛന്മാർക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ മുഖയിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൊണ്ട് ചോദിച്ചതാണ്, നിങ്ങളെപ്പോലെ എൻ്റെ മക്കളല്ലേ അവർ, എനിക്ക് അവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അവർ തെറ്റ് ചെയ്യുന്ന ഓർത്തുകൊണ്ട് എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളും അവരും തമ്മിൽ എനിക്കെന്താ വ്യത്യാസമുള്ളത്? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ വൈദികർ എന്ന് പറയുന്നത് അത്രയും അവരുടെ ഉള്ളിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയണത്, ഇത് ഒരു നടപടിയിൽ, ഇനി കുറച്ച് നടപടിയിലൂടെ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. കാരണം കാരണം സഭയിൽ ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് അത് ഇനിയും അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ പുറത്തു പോകേണ്ടതായിട്ട് തന്നെ വരും. ഞാനിത് സംസാരിക്കുമ്പോഴും ഞാൻ പറയുന്നു, എറണാകുളത്തെ ഒരു അച്ഛന്മാരും പുറത്തു പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആ ബസിലിക്കയിൽ കുർബാനയല്ലേ അച്ഛന്മാർ, പിന്നെ ഇത് ഈ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യിച്ച ഒരു 10 വൈദികർ, അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി അന്വേഷണ വിധേയമായിട്ടെങ്കിലും സസ്പെൻഡ് ചെയ്ത് ഒന്ന് ചെയ്യുമ്പോൾ അവരൊന്ന് ചിന്തിക്കാൻ, അവർക്ക് ഏത് കാര്യവും നമ്മളൊരു തെറ്റ് കഴിയുമ്പോൾ ഇത് തെറ്റ് ചെയ്ത് മാത്രം മനുഷ്യന് മരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? മരിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു ഡൈവേഷൻസ് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടേ? എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഡൈവേഷൻസ് തീർച്ചയായും വേണം. അതിനുള്ളൊരു ശ്രമത്തിന് വേണ്ടി മാത്രമേ ഇവർക്ക് നടപടി വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഒരാളും നഷ്ടപ്പെടണം എന്നിപ്പോഴും ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ വിശ്വാസികളായിട്ടാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടാകുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് എത്രയും വേഗം അത് പരിഹരിക്കപ്പെടും. സഭാ നേതൃത്വം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഇപ്പോൾ റോമിൻ്റെ കയ്യിലാണ് ഇപ്പോൾ അതുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അച്ഛന്മാർ ഇപ്പോഴും അത് മനസ്സിലാക്കും. വൈകിയാണെങ്കിലും ഇതൊരു ഈഗോ പ്രശ്നമായിട്ട് അവർ തലയിലെടുത്ത് വെക്കാതിരുന്ന പണ്ടേ പരിഹരിക്കപ്പെട്ടു പോയേനെ. നമ്മൾ തോറ്റുവെന്ന് ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ലെന്നേ. അതൊക്കെ അവർ ഒന്ന് മാറിയ ഈ വിശ്വാസികളാരും അത് അവരുടെ തോൽവിയായിട്ട് അത് വ്യാഖ്യാനിക്കില്ല. അതിന് തക്ക വിശ്വാസമൊക്കെ ഈ വിശ്വാസികൾക്കുണ്ട്. അതിന് തക്ക നന്മയും നമ്മുടെ ആൾക്കാർക്കുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് എന്തായാലും താങ്കളുടെ വിശ്വാസവും താങ്കളുടെ സമൂഹവും ഒറ്റക്കെട്ടായി മുന്നേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, സന്തോഷം. നമുക്ക് പ്രയത്നിക്കാം. ഓക്കെ, ഇത്രയും തിരക്കിനിടയിൽ വന്ന് ഞങ്ങളൊരു സംസാരിച്ചതിന് നന്ദി. ഓക്കെ കേട്ടോ. ഓക്കെ, സന്തോഷം കേട്ടോ.